ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂവേലിയ സ്കൂൾ ഏരിയ ആണ് കേട്ടോ. സ്കൂളിൻ്റെ ഏരിയകളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂവേലിയയിലത്തെ മെയിൻ സിഗ്നലിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ. ആ കോർണറിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതൊക്കെ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ബിൽഡിങ്ങാണ്. 2-3 കൊല്ലമായിട്ടുള്ളൂ. ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു 2015-ലൊക്കെ ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ മൂവേലിയ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഈ ഏരിയയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ്. ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ വന്നു. ഇതിപ്പോൾ 2-വേ ലൈൻ ആയിട്ടില്ലേ. ഇത് ആദ്യം ഒറ്റ ലൈനായിരുന്നു, ഒറ്റ റോഡായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ റൈറ്റ് സൈഡിലാണ് താമസിച്ചത്. ഈ കോർണറിലുള്ള ഈ ബിൽഡിങ്, പിന്നെ ഈ കാണുന്ന പള്ളിയില്ലേ, ഈ കാണുന്ന പള്ളി, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് 2-3 കൊല്ലമായിട്ട് വന്നതാണ്. ഈ പള്ളിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിതിൻ്റെ പഴയ ഫോട്ടോകളില്ലേ, 2015 കാലഘട്ടങ്ങളിലുള്ള ഫോട്ടോസ്, അതിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാം. ഇങ്ങനെ ആൾക്കാരൊക്കെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം കേട്ടോ. നമ്മുടെ സീബ്ര ലൈനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ വമ്പൻ ഫൈൻ അടിക്കും കേട്ടോ. നോർമലി ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും എപ്പോഴും നിർത്താറുണ്ട്. റോഡ് റെസ്പെക്റ്റ് കൂടുതലാണ് ഇവിടെ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ പുതുതായിട്ട് ഇപ്പോൾ വരുന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെ എംപ്റ്റി ആയിരുന്നു ഫുള്ള്. കണ്ട ഈ ബിൽഡിംഗ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്, ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നില്ലേ ഈ കാലിസ്ഥലം, അവിടെയൊക്കെ ഭാവിയിൽ ചിലപ്പോൾ ബിൽഡിങ്ങുകൾ പൊന്താൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഒരു ഇത് കാണുന്നില്ലേ, പെട്രോൾ പമ്പ്. ബസ് സ്റ്റേഷനാണ് കേട്ടോ. മൂവേലിയ ബസ് സ്റ്റേഷൻ ആൻഡ് പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പ് വന്നിട്ട് ഏകദേശം 1 കൊല്ലം ആവണുള്ളൂ കേട്ടോ. ലേറ്റസ്റ്റ് ആണ്. അപ്പം അങ്ങനെയാണ് മൂവേലിയയിലത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല, എല്ലാ സ്ഥലങ്ങളും ഫില്ലായി. ഇപ്പം ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഭാവിയിൽ ഇതിലും ബിൽഡിങ്ങുകളൊക്കെ നിറയുമെന്ന് വിചാരിക്കുക. ഇതേപോലത്തെ സ്ഥലങ്ങളായിരുന്നു ഇവിടെ മിക്കതും. എന്താ വെച്ചാൽ പാർക്കിങ് ചെയ്യാനിപ്പോൾ സ്ഥലമില്ലാണ്ടായി. എല്ലായിടത്തും വണ്ടികൾ നിറഞ്ഞിട്ടേ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല നമുക്ക്.